ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ക്ലാസ് എടുത്തത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് ക്ലാസ് എടുത്തത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലായി എന്താണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇനി നമുക്കത് കമ്പ്യൂട്ടേഷൻ ചെയ്ത് എങ്ങനെയാന്ന് നോക്കാം. രണ്ട് തരത്തിൽ കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ പറ്റും. അസറ്റ്സ് അപ്രോച്ച് മെത്തേഡ് അനുസരിച്ചും ചെയ്യാം, അതോടൊപ്പം തന്നെ ലൈബിലിറ്റീസ് അപ്രോച്ച് മെത്തേഡ് അനുസരിച്ചും ചെയ്യാം. അപ്പൊ ക്യാപിറ്റൽ എംപ്ലോയിഡ് കമ്പ്യൂട്ടേഷൻ ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡ് ഉണ്ട്: അസറ്റ്സ് അപ്രോച്ച് മെത്തേഡ് ആൻഡ് ലയബിലിറ്റി അപ്രോച്ച് മെത്തേഡ്. അതിൽ അസറ്റ്സ് അപ്രോച്ച് മെത്തേഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എംപ്ലോയിഡ് കൺസിസ്റ്റ് ഓഫ് ടോട്ടൽ അസറ്റ്സ് യൂസ്ഡ് ഇൻ ദി ബിസിനസ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എന്തൊക്കെ അസറ്റ്സ് ആണോ യൂസ് ചെയ്യുന്നത് അതെല്ലാതും ഏതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും? ക്യാപിറ്റൽ എംപ്ലോയിഡിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അത് സാധാരണയായിട്ട് അത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ചെയ്യുന്നത് ഓൾ നോൺ കറന്റ് അസറ്റ്സ്, നമ്മൾ റെക്കറിങ് അല്ലാത്തത് പെർമനന്റ് ആയിട്ടുള്ള അസറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നതാണ്. ദാറ്റ് മീൻസ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് എക്സെട്ര. ഫിക്സ്ഡ് അസറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് അറ്റ് ദെയർ നെറ്റ് വാല്യൂസ്. ഈ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണെങ്കിലും പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിലും ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ് ആണെങ്കിലും ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതിന്റെ നെറ്റ് വാല്യൂവിന്റെ ബേസിലായിരിക്കും. ദറ്റ് മീൻസ് ഡിപ്രീസിയേഷനും മറ്റുള്ളതൊക്കെ ഡിഡക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് നമ്മളവിടെ കാണിക്കേണ്ടത്. ഓക്കെ. രണ്ടാമതായിട്ടുള്ളതാണ് അസറ്റ്സ് അപ്രോച്ച് മെത്തേഡിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻസൈഡ് ദ ബിസിനസ്. നമ്മളുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ ട്രേഡ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ എല്ലാ എമൗണ്ടും. മൂന്നാമതായിട്ട് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ചെയ്യേണ്ടതാണ് ക്യാപിറ്റൽ എംപ്ലോയിഡിൽ കൺസിസ്റ്റ് ആകുന്ന ഐറ്റമാണ് ഓൾ കറന്റ് അസറ്റ്സ്. നേരത്തെ നമ്മൾ ഓൾ നോൺ കറന്റ് അസറ്റ്സ് എടുത്തു. ഇതിൽ ഓൾ കറന്റ് അസറ്റ്സ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സൺട്രി ഡെറ്റേഴ്സ്, ബിൽ റിസീവബിൾ, സ്റ്റോക്ക് എക്സെട്ര. ടു ഫൈൻഡ് ഔട്ട് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ്, പിന്നെ നമ്മൾ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് കറന്റ് ലൈബിലിറ്റീസ് ആർ ഡിഡക്റ്റഡ് ഫ്രം ദ ടോട്ടൽ ഓഫ് ദി അസറ്റ്സ് ആസ് കാൽക്കുലേറ്റഡ്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിലും കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അസറ്റ്സും ടോട്ടൽ ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ കറന്റ് ലൈബിലിറ്റീസ് ഡിഡക്ട് ചെയ്യും. അതായിരിക്കും ഏത് എമൗണ്ട് ആയിട്ട് വരുന്നത്? നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, അസറ്റ്സ് അപ്രോച്ച് മെത്തേഡ് അനുസരിച്ച്. ഇനി ഈ അസറ്റ്സ് അപ്രോച്ച് മെത്തേഡ് അനുസരിച്ച് നമ്മൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ മൂന്ന് അസറ്റ്സും ലെസ് ലൈബിലിറ്റീസും മാത്രമല്ല താഴെ പറയുന്ന പോയിന്റ്സും നമ്മൾ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അതായത് ഐഡിയൽ അസറ്റ്സ് ഉണ്ടായിരിക്കും നമ്മളുടെ ബിസിനസ്സിൽ. അപ്പൊ അസറ്റ്സ് ഐഡിയൽ അസറ്റ്സ് ഉണ്ടോ എന്ന് നോക്കേണ്ടതാണ്. എന്താണ് ഐഡിയൽ അസറ്റ്സ് എന്ന് പറയുന്നത്? ഐഡിയൽ അസറ്റ്സ് വിച്ച് കനോട്ട് ബി യൂസ്ഡ് ഇൻ ദ ബിസിനസ് ഷുഡ് ബി എക്സ്ക്ലൂഡഡ് ഫ്രം ക്യാപിറ്റൽ എംപ്ലോയിഡ്. നമ്മൾ ബിസിനസ്സിൽ യൂസ് ചെയ്യാതെ വെറുതെ കിടക്കുന്ന അസറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ക്യാപിറ്റൽ എംപ്ലോയിഡിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് വിച്ച് ഹാവ് നോ റിയലൈസബിൾ വാല്യൂ, നമുക്ക് വിൽക്കാൻ പറ്റാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എന്താ വിൽക്കാൻ പറ്റാത്തത്? എന്താണ്? നമുക്കുള്ള നമ്മുടെ സൽപ്പേര് നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റുമോ? ജീവൻ പോയാലും നമ്മൾ കൊടുക്കില്ല. അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷന്റെ ഗുഡ് വിൽ, അവരുടെ സ്വന്തമായിട്ടുള്ള പാറ്റന്റ്, ട്രേഡ് മാർക്ക്, റൈറ്റ്സ് എക്സെട്ര ഷുഡ് ബി എക്സ്ക്ലൂഡഡ്. മൂന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടതാണ് ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ഔട്ട്സൈഡ് ദ ബിസിനസ് വിച്ച് ആർ നോൺ ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ്സ്. ബിസിനസ്സിലല്ലാതെ പുറത്ത് ഏതെങ്കിലും തരത്തില് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് നോൺ ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതും എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതാണ്. എനി എക്സസ് ബാലൻസ് ഓഫ് ക്യാഷ് ഓർ ബാങ്ക് ദാൻ റിക്വയർഡ് ഫോർ സ്മൂത്ത് റണ്ണിംഗ് ഓഫ് ദ ബിസിനസ് ഷുഡ് ബി എക്സ്ക്ലൂഡഡ്. എന്തെങ്കിലും നമ്മളുടെ കയ്യിൽ കൂടുതൽ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ട്, ബിസിനസിന്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ടൊക്കെ കുറച്ച് പൈസ കൂടുതൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇതിൽ വരുന്നതല്ല. ഫിറ്റേഷ്യസ് അസറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്താണ്? പ്രിലിമിനറി എക്സ്പെൻസസ്, അക്യുമുലേറ്റഡ് ലോസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, അങ്ങനെയുള്ളതൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഒബ്സുലീറ്റ് അസറ്റ്സ് വിച്ച് കനോട്ട് ബി യൂസ്ഡ് ഇൻ ദ ബിസിനസ് ഓർ അബ്സല്യൂട്ട് സ്റ്റോക്സ്, ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ടുള്ളത്, സമയം കഴിഞ്ഞിട്ടുള്ളത്, അതൊക്കെ നമ്മൾ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോ നമ്മള് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡില് കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡിൽ വരുന്നതാണ് അസറ്റ്സ് അപ്രോച്ച് മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ നോക്കേണ്ടതാണ്. ഇനി ലൈബിലിറ്റീസ് അപ്രോച്ച് മെത്തേഡ് അനുസരിച്ച്
നമ്മൾ നോക്കേണ്ടതാണ്. ഓൾട്ടർനേറ്റീവ്ലി ക്യാപിറ്റൽ എംപ്ലോയിഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദ ലൈബിലിറ്റി സൈഡ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ അതിലെന്ത് ചെയ്യണം? ബൈ ആഡിങ് ഓൾ ലൈബിലിറ്റീസ്, എല്ലാ ലൈബിലിറ്റീസും ആഡ് ചെയ്യണം. ആൻഡ് ഫർദർ അഡ്ജസ്റ്റിംഗ് ടോട്ടൽ ഫോർ ഇൻക്രീസിംഗ് ദ വാല്യൂ ഓഫ് അസെറ്റ്സ് ഓൺ റീപ്ലേസ്മെന്റ് ഓഫ് കോസ്റ്റ്. നമ്മൾ എന്തെങ്കിലും അസെറ്റ്സ് റീപ്ലേസ് ചെയ്യുന്ന കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ, അതുപോലെ ഫിറ്റീഷ്യസ്, ഇൻടാഞ്ചിബിൾ, ഐഡിൽ, അബ്സല്യൂട്ട് അസെറ്റ്സ് അതിലൊക്കെ നമുക്ക് വരുന്നുണ്ടെങ്കിൽ, ഫ്രം ദ ലൈബിലിറ്റി സൈഡ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് എ ഫോളോസ്. അത് കാണാനായിട്ടൊരു ഫോർമുല, ഒരു സ്റ്റെപ്പ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമ്മുടെ ഓർഗനൈസേഷനിൽ എല്ലാ ലൈബിലിറ്റീസും ടോട്ടൽ ചെയ്യും. ഓൾറെഡി ഇത് പറഞ്ഞ പോലെ തന്നെ അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? റീപ്ലേസ്മെന്റ് ചെയ്യുന്നതിന്റെ കോസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കൂട്ടണം. അതിൽ നിന്ന് നമ്മൾ കുറയ്ക്കണം. നമുക്ക് എന്തെങ്കിലും ലോസസ് ഉണ്ടെങ്കിൽ, നമ്മുടെ ഫിറ്റീഷ്യസ് അസെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇൻടാഞ്ചിബിൾ അസെറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഐഡിൽ ആൻഡ് അബ്സല്യൂട്ട് അസെറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ഉള്ളതൊക്കെ നമ്മൾ കുറച്ച് കുറച്ച് കാണിക്കേണ്ടതാണ്. ഓരോന്നോരോന്ന് നോക്കിയിട്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ട് കുറയ്ക്കണം. അപ്പൊ അങ്ങനെയുള്ളതാണ് ഇതിൽ വരുന്നത്. ലൈബിലിറ്റീസ് അപ്രോച്ച് മെത്തേഡ് അനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഉണ്ട്. ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് അറിയാലോ, നമുക്ക് അതിന്റെ ഫോർമുല അറിയാലോ. ഓപ്പണിംഗ് ക്യാപിറ്റൽ എംപ്ലോയിഡ് പ്ലസ് ക്ലോസിംഗ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഡിവൈഡ് ബൈ 2. പിന്നെ വേറൊരു ഫോർമുലയാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ എംപ്ലോയിഡ് മൈനസ് ഹാഫ് ഓഫ് പ്രോഫിറ്റ് ഉണ്ട് ഡ്യൂറിങ് ഇയർ. പിന്നെ വേറൊരു ഫോർമുലയാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ എംപ്ലോയിഡ് പ്ലസ് ഹാഫ് ഓഫ് പ്രോഫിറ്റ് ഉണ്ട് ഡ്യൂറിങ് ദ ഇയർ. അങ്ങനെ 3 തരത്തിൽ നമുക്ക് ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ തിയറി ഭാഗമൊക്കെ ഇതൊക്കെ മനസ്സിലാക്കിയാലാണ് നമുക്ക് പ്രോബ്ലം നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചും കൂടി എഴുതാനുണ്ട് നോട്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ പഠിക്കൂ. ഓക്കെ.